ഇത് രാഹുൽ രാജ് ഈ പറയുന്ന കോട്ടയത്തെ റാഗിംഗ് കേസിലെ രണ്ടാം പ്രതിയാണ്. അയാൾ ഇവരുടെ കേരള ഗവൺമെൻറ് നഴ്സസ് അവരുടെ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഈ പറയുന്ന വൃത്തിയോട് മൊത്തം കാണിച്ചു കൂട്ടുമ്പോൾ. മാത്രമല്ല രാഹുൽ രാജ് SFI നേതാവാണ് എന്ന തരത്തിൽ ചില MSFൻ്റെയും KSUവിൻ്റെയും അടക്കം പ്രതിപക്ഷ നേതാവിൻ്റെയും കെ സുധാകരൻ്റെയും അടക്കമുള്ള ചില പ്രതികരണങ്ങൾ വന്നിരുന്നു. അപ്പോൾ രാഹുൽ രാജിനെ തള്ളുകയാണ് മന്ത്രി വി ശിവൻകുട്ടി. നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഒരു അന്വേഷണത്തിൽ അതിൻ്റെ ഒരു പ്രാഥമിക റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. മാധ്യമങ്ങൾ വരുന്ന കാര്യം മാത്രം നോക്കിക്കൊണ്ടൊരു കുറ്റക്കാരനാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ചിലപ്പോൾ ഒറ്റതിരിഞ്ഞോ മറ്റോ അങ്ങനെ ഈ വിഭാഗത്തിൽപ്പെട്ടവരാരെങ്കിലും ഇതിൽ പ്രതിയാവണമെങ്കിൽ അവരെ നമുക്ക് പ്രസ്ഥാനത്തിൽ നിന്ന് മാറ്റി നിർത്താനല്ലേ നമുക്ക് കഴിയുള്ളൂ. അവരെ ഒഴിവാക്കാൻ വേണ്ടി കഴിയും. ഒഴിവാക്കുന്നത് മറ്റുള്ളവർക്കും ഇത് മാതൃകയായിരിക്കും. ടോബി ജോൺസൺ വിവരങ്ങളുമായി ചെയ്യുന്ന ടോബി, ഇടിമുറി എന്ന് പറയത്തക്ക രീതിയിൽ ഒന്ന് അവിടെയുണ്ട്. അവിടെ ഡമ്പലും ഈ പറയുന്ന ഡിവൈഡറും ഈ പറയുന്ന കല്ലും ഉപദ്രവിക്കാനുള്ള മാരക മർദ്ദന മുറകൾക്കുള്ള പരപീഡയ്ക്കുള്ള എല്ലാ ഉപകരണങ്ങളും ഈ മുറിക്കകത്തുണ്ട്. അതിലിരയായത് നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ട കുട്ടി മാത്രമാണ്. കൂടുതൽ പേർ സമാനമായ രീതിയിൽ സമാനമായ കുറ്റകൃത്യങ്ങൾക്ക് ഇരയായിട്ടുണ്ടോ എന്ന അന്വേഷണം ഏത് വഴിക്കാണ് ടോബി? കടന്നു പോയിട്ടില്ല എന്നാണ്. പക്ഷേ ഈ ബാക്കിയുള്ള 5 വിദ്യാർത്ഥികൾക്കും പലതരത്തിലുള്ള അക്രമങ്ങൾ അല്ലെങ്കിൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വസ്തുക്കളെല്ലാം, അതായത് ഈ ക്രൂരമായിട്ടുള്ള പീഡനം നടത്തുന്നതിന് വേണ്ടി പ്രതികൾ ഉപയോഗിച്ച വസ്തുക്കളെല്ലാം തന്നെ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അത് തെളിവായി കണ്ടെടുത്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആ കോമ്പസ്, അതുപോലെ തന്നെ ഡമ്പൽ, ആ ക്ലിപ്പുകൾ, ഈ കൈകാലുകൾ കെട്ടിയിടാൻ ഉപയോഗിച്ച തോർത്ത്, അതെല്ലാം തന്നെ പോലീസ് തെളിവ് ആയിട്ട് ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മൊഴി, എല്ലാ ആളുകളുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഹാഷ്മി, ഇപ്പോൾ വിവിധ സംഘടനകൾ ഇവിടേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്ന KGNU ആണ്, അവരൊരു സംഘടനയാണ്. ആ സംഘടന നഴ്സിംഗ് സംഘടനയാണ്. അവർ ഇവിടേക്ക് മാർച്ച് നടത്തുന്നൊരു ദൃശ്യങ്ങളാണ്. ഇന്നും പ്രതിഷേധങ്ങൾ അരങ്ങേറും. AYF-ഉം അതുപോലെ തന്നെ ASF-ഉം ഒപ്പം തന്നെ ABVP-യും അടക്കമുള്ളവർ ഇന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ബാരിക്കേഡൊക്കെ ഇന്നലത്തെ പോലെ തന്നെ ഇവിടെ സജ്ജീകരിച്ച് പോലീസ് കൂടുതൽ സുരക്ഷ കോളേജിന് ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത്. എന്തായാലും ആ ഒരു പ്രതിഷേധങ്ങൾക്കൊക്കെ ഒടുവിൽ ഇന്നലെ പ്രിൻസിപ്പലിനെതിരെയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രിൻസിപ്പാളിനെതിരെയും വാർഡിനെതിരെയും ഒക്കെയുള്ള നടപടികൾ കൂടി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നു. അന്വേഷണം എന്തായാലും വിശദമായി തന്നെ നടത്തുന്നുണ്ട്. മറ്റാരെങ്കിലും ഇതിന് ഇരയായിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള ഈ പീഡനത്തിന് മുൻപ് പഠിച്ചവർ, അതായത് ഇപ്പോൾ നിലവിൽ സെക്കൻഡ് ഇയർ ആയിട്ടുള്ള വിദ്യാർത്ഥികളടക്കം ഇരയായിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കുന്നുണ്ട്. ഈ പ്രതികളുടെ കൂട്ടത്തിൽ 3ാം വർഷക്കാരും 2ാം വർഷക്കാരും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് പ്രധാനമായിട്ട് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള തെളിവ് ശേഖരണവും നടത്തുന്നു. അങ്ങനെ കേസ് പഴുതടച്ച് മുന്നോട്ട് പോകുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇന്നലെ ഇവിടെ എത്തിയ UDF നേതാക്കൾ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള MLA അടക്കമുള്ളവർ പറയുന്നത് ഇതിലൊരു ജുഡീഷ്യൽ അന്വേഷണം വേണം. അതായത് ഒരു ജഡ്ജിയുടെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ മേൽനോട്ടമുള്ള ഒരു അന്വേഷണം വേണമെങ്കിൽ മാത്രമേ യഥാർത്ഥ വസ്തുത ആരൊക്കെ ഇതിന് കൂട്ടുനിന്നു, കണ്ണടച്ചവർ ആരൊക്കെ എന്നതടക്കം പുറത്തു വരണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് പറയുന്നത്. ഈ പ്രതികളെ കസ്റ്റഡിയിൽ രീതിയിലുള്ള അങ്ങേയറ്റത്തെ കൊലപാതകത്തോളം പോകുന്ന ക്രൂരകൃത്യങ്ങൾ അവിടെ നടക്കുന്ന 3 മാസമായി ആരും അറിഞ്ഞില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ എന്തായാലും കഴിയില്ല. ഈ പറയുന്ന വലിയ കരച്ചിലുകൾ ആരും കേട്ടില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയില്ല. അതിനുശേഷം കോളേജ് യൂണിയൻ ചെയർപേഴ്സന്റെ മെസ്സേജ് നമ്മൾ കണ്ടതാണ്. പുറത്തൊന്നും മിണ്ടിപ്പോകരുത്, മീഡിയയ്ക്ക് പുറത്ത് നമ്പറൊന്നും കൊടുക്കരുത് എന്ന മെസ്സേജ് നമ്മൾ കണ്ടതാണ്. ഇതിലൊരു ടോട്ടൽ കവറപ്പിനുള്ള സാധ്യത പോലീസ് കാണുന്നുണ്ടോ? ആ കവറപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അത് പൊളിക്കാൻ പോലീസിനൊരു പ്ലാൻ ഉണ്ടോ ടോബി? കാര്യം ഇതിൽ മൊഴികളൊക്കെ പ്രധാനമാണല്ലോ. അങ്ങനെ ഉണ്ട് എന്ന് തന്നെ തീർച്ചയായിട്ടും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ട്. കാരണം ഈ സംഭവം റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ പ്രതികൾ രക്ഷപ്പെടാനുള്ള ഒരു നീക്കം നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. അതായത് ഈ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ, അതായത് പരാതി പോയി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ പ്രതികൾ പലരും അവിടെ നിന്ന് വീട്ടിലേക്ക് പോകാൻ ബാഗുകളടക്കം പാക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. അങ്ങനെ ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങാൻ നിൽക്കുന്ന പ്രതികളെയാണ് തന്ത്രപൂർവ്വം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അങ്ങനെ
പഴുതടച്ച ഒരു അന്വേഷണമാണ് തങ്ങൾ നടത്തിയത്. ആദ്യ ദിവസം തന്നെ ഈ ഹോസ്റ്റൽ മുറിയിലെത്തി അവിടെ ഉണ്ടായിരുന്ന മറ്റ് തെളിവുകളെല്ലാം തന്നെ ശേഖരിച്ചുവെന്നും പോലീസ് പറയുമ്പോൾ പഴുതടച്ച ഒരു അന്വേഷണമാണെന്നാണ് പോലീസ് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഈ സംഭവം നടന്നതിന് ശേഷം മാനേജ്മെന്റിന്റെ, അതായത് കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും വന്ന വിശദീകരണം ഇത്തരത്തിലൊരു സംഭവം അവിടെ അരങ്ങേറിയിട്ട് തങ്ങളത് അറിഞ്ഞില്ല എന്നുള്ളൊരു വിശദീകരണമാണ്. അതാണ് ഒരു സംശയം ഉണ്ടാക്കുന്നത്. കാരണം ഒരു ഒരു കെയർ ടേക്കർ അവിടെയുണ്ട്. അദ്ദേഹം താമസിക്കുന്ന മുറി ഈ സംഭവം നടന്ന മുറിക്ക് തൊട്ടടുത്താണ്. എന്നിട്ടും അദ്ദേഹം എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയാണ്. അവിടെ വാർഡന്റെ ചുമതലയുള്ള ഒരാളുണ്ട്, പ്രിൻസിപ്പാളാണ് വാർഡൻ. വാർഡന്റെ ചുമതലയുള്ള ഒരു അധ്യാപകനുണ്ട്. ഇത്തരം സംഭവങ്ങൾ നടന്നിട്ട് ഇവരാരും ഇതറിയാത്തത് എന്തുകൊണ്ട്? ഒപ്പം തന്നെ ആന്റി റാഗിംഗ് സെല്ല് ഈ കഴിഞ്ഞ 3 മാസം ഈ വിദ്യാർത്ഥികളോട് ചോദിച്ച് വിവരങ്ങൾ ആരാഞ്ഞു എന്ന് പറയുന്നുണ്ട്. എന്നിട്ടും ആരും ഒന്നും പറയുന്നില്ല എന്നാണ് പറയുന്നത്. അവരൊന്നും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അതൊക്കെ ഒരു വിശ്വാസയോഗ്യമായിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷേ പോലീസ് ആ കാര്യത്തിലേക്ക്, ഒരു അന്വേഷണത്തിലേക്ക് നിലവിൽ കടന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുക. അതിനുള്ള കാരണം പ്രാഥമികമായി ഈ കേസിൻ്റെ നടപടിക്രമങ്ങൾ, അതായത് ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട പ്രതികളുടെ അറസ്റ്റ്, അതേ തുടർന്നുള്ള കുറ്റപത്രം സമർപ്പിക്കുന്ന നടപടികൾ, ആ ഒരു നടപടികളാണ് അന്വേഷിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇത് ഒതുക്കി തീർക്കാനുള്ള ശ്രമം ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണെങ്കിൽ ആ ഒരു വഴിയിലൂടെയുള്ള അന്വേഷണവും നടക്കുമെന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്.